ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇനി എന്തൊക്കെയാണ് നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും അതുപോലെ തന്നെ അർജുന്റെയും പിങ്കിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. ഏതായാലും നയന ഒരു കല്ലുകടി ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. നയനയുടെ ആ ഒരു വെളിപ്പെടുത്തൽ അത് വല്ലാതെ അങ്ങ് ഷോക്കാക്കിയിരിക്കുകയാണ് നന്ദനെ. ഒരിക്കലും നന്ദ അതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദ കളിച്ച കളി അത് ഏറ്റവും വലിയൊരു ദുരിതത്തിലേക്കാണ് ചെല്ലുന്നത് എന്ന് നമ്മുടെ നന്ദ മനസ്സിലാക്കി തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ നന്ദ വിചാരിക്കുന്നത് ഗൗതം പറഞ്ഞത് എത്രയോ സത്യമായിരുന്നു. ഗൗതം പറഞ്ഞിരുന്നല്ലോ, ഈ കളി തീക്കളിയാകാതെ നോക്കണം, ഇത് നീ വിചാരിക്കുന്ന പോലെ അല്ലാതെ പാളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ വിചാരിക്കുന്നതിലും അപ്പുറം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന്. ആ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ പിങ്കിയുടെ ജീവിതത്തിൽ വല്ലാണ്ടങ്ങ് നയന കയറി സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. ഏതായാലും പിങ്കിയും അർജുനും ഒന്നിക്കുന്ന കാണാനൊക്കെ തന്നെ നമുക്ക് ഇഷ്ടം. പിങ്കി എത്ര ദുഷ്ടയാണെങ്കിലും പിങ്കി അർജുനെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിങ്കിയും അർജുനും ഒന്നിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും മറിച്ചാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്? അതുമല്ല, സുമംഗലയുടെ തീരുമാനവും കേട്ട് ഞെട്ടി. സുമംഗലയ്ക്ക് ഒരേ ഒരു തീരുമാനമുള്ളൂ, എന്ത്? നയനയും അർജുനും ഒന്നിക്കണം. അത് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം തുറന്നു പറഞ്ഞു നമ്മുടെ സുമംഗല. കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു കൂസലും ഇല്ലാതെ അത് പറയണമെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ കരുതി ഉറപ്പിച്ച് തന്നെയാണ് നയനയെ സുമംഗല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നല്ലേ. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട കഥകൾ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിലും അപ്പുറമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കൈവിട്ടു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദയ്ക്ക് പൂർണ്ണമായിട്ടും കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന കുറെ നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നന്ദ തന്നെ ഇതൊക്കെ തിരിച്ചു പിടിക്കുവോ? ഏതായാലും നന്ദ തന്നെ ഇതൊക്കെ തിരിച്ചു പിടിക്കും. നന്ദ തന്നെ ഗൗതമല്ല അർജുന്റെയും പിങ്കിയുടെയും ജീവിതം സുരക്ഷിതമാക്കും. അതിനോടൊപ്പം തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കഥയുടെ ക്ലൈമാക്സിലേക്കാണോ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. തീർച്ചയായും നമ്മുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് തന്നെയാണ് കഥ പൊക്കോണ്ടിരിക്കുന്നത്. പിങ്കിയും അർജുനും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ പിന്നെ വേറൊന്നും നമ്മുടെ കഥയിൽ ഇനി കഥയായിട്ടില്ല. അവിടെ കൊണ്ട് നമ്മുടെ കഥ ക്ലോസ് ആവുകയാണ്, നമ്മുടെ കഥ തീരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന് ഇനി ഒത്തിരി നാളൊന്നും ഇല്ല. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു. അതെ, ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ സുമംഗലയുടെ മനസ്സിലിരിപ്പെല്ലാം കേട്ടിട്ട് നന്ദ വല്ലാണ്ടങ്ങ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നന്ദ നേരെ പോകുന്നത് വീണ്ടും അർജുന്റെ അടുത്തേക്കാണ്. അങ്ങനെ അർജുന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അർജുൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യമായിട്ടും ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് നയന എൻ്റെ കൂടെ നിന്ന് പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞപ്പം എന്താ നന്ദ ഈ പറയുന്നത്? നന്ദ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, ദേ അർജുന്റെ അമ്മയുടെ മനസ്സിൽ വേറെ ചിന്തകളൊക്കെയാണ്. അതുപോലെ അർജുന്റെ മനസ്സിലും ആ ചിന്ത ഉണ്ടോന്നാ എനിക്കറിയേണ്ടത്. എന്ത് ചിന്ത? എൻ്റെ മനസ്സിൽ എന്ത് ചിന്തയാ ഉള്ളത്? അതെ, നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം. ഞാൻ ചെറുപ്പം മുതലേ നയനയുടെ കൂടെ കളിച്ച് വളർന്നതാണ്. അവളെന്റെ കളിക്കൂട്ടുകാരിയും അതുപോലെ എൻ്റെ മനസ്സാക്ഷിപ്പ് സൂക്ഷിപ്പുകാരി അങ്ങനെ കണ്ടൊക്കെ പറയൂലോ. അപ്പൊ അതുപോലെയൊക്കെയാണ്. അല്ലാതെ എനിക്കും അവൾക്കും ഇടയിൽ വേറൊരു ബന്ധമില്ല എന്ന് പറയുമ്പം അങ്ങനെ അർജുൻ ഇല്ലായിരിക്കാം. പക്ഷെ അത് അർജുൻ വിചാരിക്കുന്നത് പോലെ അല്ല. നയനയുടെ മനസ്സിൽ എപ്പോഴും അർജുൻ തന്നെയാണുള്ളത്. എന്തോ നിങ്ങൾ കളിച്ചു വളർന്ന കാലം മുതലേ നയന അർജുനെ കണ്ടതുകൊണ്ടായിരിക്കാം നയനയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കയറി വന്നത്. അത് ചിലപ്പോൾ മറച്ചു വെച്ചിട്ടായിരിക്കാം നയന ഇത്രയും നാൾ നടന്നതും. ഇപ്പോൾ പിങ്കിയും അർജുനും തമ്മിൽ തെറ്റാണ്, നിങ്ങൾ തമ്മിൽ ഒരു അകലമുണ്ട്, നിങ്ങൾ തമ്മിലും ഒരിക്കലും ചേർന്ന് പോവില്ല എന്ന ആ ഒരിത് സുമംഗല അപ്പച്ചി മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നയന ഇപ്പം വീണ്ടും ആ ഒരു പ്രണയം പൊടി തട്ടിയെടുത്ത് അർജുന്റെ പുറകെ നടക്കുന്നതും അർജുൻ വിചാരിക്കാത്തതുപോലെ തന്നെ അർജുനെ വിവാഹം കഴിക്കാൻ നയന തയ്യാറാവുകയും ചെയ്യുന്നത്. അത് ഞങ്ങളോട് മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്തു. അത് അർജുന്റെ അമ്മയും ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുനും വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോയിട്ടോ. അർജുൻ വല്ലാണ്ടങ്ങ് ആയിപ്പോയി. അർജുൻ അങ്ങ് എന്ത് ചെയ്യണം എന്നറിയില്ല. അർജുൻ പറഞ്ഞു, ഒരിക്കലും പിങ്കി അല്ലാതെ വേറൊരു പെൺകുട്ടീനെ പിങ്കിയുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയില്ല. പിന്നെ പിങ്കിയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാനും നയനയുമായിട്ട് കുറച്ച് ഇഴുകി ചേർന്നിട്ടൊക്കെ ഉണ്ട്. ഞാനും നന്ദ ഇപ്പം പറഞ്ഞില്ലേ, എന്നെയും പിങ്കിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് നയനയെ കൂട്ടുപിടിച്ച് ഇതൊക്കെ നടത്തിയതെന്ന്. അതുപോലെ തന്നെ ഞാനും ചൊടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതല്ലാതെ ഒരിക്കലും എനിക്ക് പിങ്കിയുടെ സ്ഥാനത്ത് നയനയെ കാണാൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നയനയെ തിരുത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നിന്റെ അർജുന്റെ അമ്മയെയും അപ്പച്ചിനെയും തിരുത്താൻ ശ്രമിക്കാതെ ഇതൊരിക്കലും
ശരിയാവില്ല. മിക്കവാറും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നം തന്നെയായിട്ട് മാറും. എന്നും ഈ കുടുംബം സമാധാനത്തോടു കൂടിയൊക്കെ പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നോട് ഗൗതം സാറ് പറഞ്ഞായിരുന്നു ഞാൻ കളിക്കുന്നത് കുറച്ച് തീക്കളിയാണെന്ന്, പക്ഷെ അത് ഇത്രയ്ക്ക് വലിയൊരു തീക്കളിയാണെന്നോ ഇത് ആളിക്കത്തുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ സമയം ആയിക്കോട്ടെ, നമ്മുടെ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പിങ്കിക്ക് ആ വീട്ടിൽ നിന്ന് പോകണമെന്നുമുണ്ട്, പോകണ്ടെന്നുമുണ്ട്. ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിങ്കിയുടെ സ്ഥാനം ആ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ഒന്ന് പോയി കഴിഞ്ഞാൽ വെളിയിലാകുമെന്നറിയാം. അതുകൊണ്ട് പിങ്കിയോട് നമ്മുടെ നന്ദ സംസാരിക്കുന്നുണ്ട്. പിന്നെ നന്ദയാണ് ചെന്ന് പിങ്കിനെ ഉപദേശിക്കുന്നത്, ഒരിക്കലും നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പാടില്ല. ഈ വീട്ടിൽ നീ അർജുന്റെ ഭാര്യയായിട്ട് തന്നെ തുടരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നയനയുടെ കൂടെ നിന്നിട്ടൊക്കെ ഉണ്ട്. അത് നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നീയും അർജുനും എങ്ങനെയെങ്കിലും ഒന്നിച്ചു പൊക്കോട്ടെ എന്നൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ നിന്റെ നയനയുടെ കൂടെ നിന്നിട്ടുള്ളത്. പക്ഷേ ഇത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ വിഷമങ്ങളൊക്കെ നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞതിൽ തെറ്റൊന്നും പറയാനില്ല. നിന്റെ അച്ഛൻ നിന്നോട് ചൂടായതിലും തെറ്റു പറയാനില്ല. കാരണം നിന്റെ അച്ഛൻ നിന്റെ ഭാവി സുരക്ഷിതമാക്കാനാണ് നോക്കുന്നത്. ഏതായാലും നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. അത് നിന്റെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടോ നിന്റെ അച്ഛനോട് നീ ദേഷ്യപ്പെടണമെന്നോ നീ നിന്റെ അച്ഛനിൽ നിന്ന് വാശി പിടിച്ച് അകന്നു മാറണമെന്നോ എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നീയും അർജുനും ഒരുമിച്ച് പോകണം പിങ്കി എന്ന് പറഞ്ഞ് പിങ്കിയുടെ മുമ്പിൽ ചെന്ന് പറയുമ്പോൾ പിങ്കി പറയുകയാണ്, ഞാൻ അർജുനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. ആ സ്നേഹത്തിന് ഒരു വിള്ളലും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ സ്ഥാനത്ത് അർജുൻ നയനയെ സ്വീകരിക്കുന്നു എങ്കിൽ അതുപോലെ തന്നെ അർജുന്റെ അമ്മ നയനയെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്? ഞാൻ എന്തിനാ ഈ വീട്ടിൽ തുടരണം? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു സ്ഥലത്തും കടിച്ചു പിടിച്ചു തൂങ്ങി കിടക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അർജുന്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് അറിയണം. അത് മാത്രമേ എനിക്ക് ഇനി ഉള്ളൂ എന്ന് പറയുമ്പോൾ അർജുന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല പിങ്കി, അർജുന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് അറിയണമല്ലോ. അതെനിക്ക് തെളിവ് സഹിതം എനിക്ക് അത് കാണണം. എങ്കിൽ മാത്രമേ ഞാനിവിടെ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ നയന ആയിക്കോട്ടെ 18ാമത്തെ അടവുമായിട്ട് അർജുന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേറെ ഒന്നുമല്ല അർജുന്റെ അടുത്ത് ചെന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും അർജുനെ അങ്ങനത്തെ കണ്ടിട്ടില്ല, അങ്ങനത്തെ കണ്ണിൽ കണ്ടിട്ടൊന്നുമില്ല അർജുൻ. പക്ഷെ എല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്ന് പിച്ച് ചീന്താണ്. ഒരിക്കലും ഞാൻ അർജുനെ ആ ഒരു രീതിയിൽ കാണുന്നില്ല. എനിക്ക് ഒരിക്കലും അർജുനെ എൻ്റെ എന്താ പറയുക ഭർത്താവോ കാമുകനോ ഒന്നും ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇവരെല്ലാവരും കൂടെ എന്നെ അടിച്ചമർത്തുകയാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞ് കാല് പിടിക്കണം. അപ്പം ഇതിനിടയിൽ നമ്മുടെ അർജുൻ പറഞ്ഞായിരുന്നു, നീ ഇവിടെ നിന്ന് പോകണം, ഇത് ശരിയാവില്ല ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഈ പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സിൽ രണ്ടുപേരുടെ മനസ്സിലൊന്നും ഇല്ലെങ്കിലും അത് ശരിയാവില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നയനെ അവിടെയും അടവുകൾ പ്രയോഗിച്ച് നമ്മുടെ അർജുന്റെ മനസ്സ് കീഴടക്കുകയാണെന്ന് പറയാം. അർജുന്റെ മനസ്സ് വേറൊരു തരത്തിലും അല്ല കീഴടക്കുന്നത്. നമ്മുടെ നയന ഒരിക്കലും എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ജീവിത പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുന്റെ മനസ്സ് അലിയും. അർജുന്റെ കളിക്കൂട്ടുകാരി തന്നെയാണ്, അർജുന്റെ അമ്മയുടെ ആങ്ങളയുടെ മോള് തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പരിഗണന നമ്മുടെ അർജുൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിയോട് പറയുകയാണ്, ഒരിക്കലും ഇവിടുന്ന് നയനയെ പറഞ്ഞു വിടാൻ ഞാനായിട്ട് പറഞ്ഞു വിടില്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോട്ടെ എന്ന് പിങ്കിയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നു. അങ്ങനെ പിങ്കി ഒരു തീരുമാനം എടുക്കുകയാണ്, നയനയുള്ള വീട്ടിൽ ഞാൻ താമസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി രണ്ടും കൽപ്പിച്ച് വീടിന്റെ പടി ഇറങ്ങുന്നു. അതൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ സുമംഗലയുടെ മനസ്സിൽ എന്താണ്? സുമംഗലയുടെ മനസ്സ് നയനയുടെ ഒപ്പമാണ്. പക്ഷേ സുമംഗല കളിക്കുന്ന കളി സുമംഗലെ വിചാരിക്കുന്നതിനും അപ്പുറം പോകുന്നു എന്ന സുമംഗലയ്ക്കും മനസ്സിലായി പോകുന്ന നിമിഷങ്ങൾ അരുന്ധതി സുമംഗലയോട് സംസാരിക്കുമ്പോഴാണ് അരുന്ധതിയോട് സുമംഗലയുടെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നത്. ഇങ്ങനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ എൻ്റെ മകനൊരു ജീവിതം കിട്ടത്തുള്ളൂ. എൻ്റെ മകനൊരു ജീവിതം വേണമല്ലോ. ഒന്നെങ്കിൽ പിങ്കി ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ പിങ്കി എന്നേക്കുമായിട്ട് എൻ്റെ അർജുനെ സ്നേഹിച്ചു തുടങ്ങണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് വെട്ടി തുറന്ന് തന്നെ നമ്മുടെ സുമംഗല പറയുന്നുണ്ട്. ഏതായാലും സുമംഗല പറയുന്നു, അരുന്ധതി ഇത് കേൾക്കുന്നു, ലക്ഷ്മി ഇത് കേൾക്കുന്നു. ഇതിനൊരു പരിഹാരമാർഗം ഉണ്ടാവും ഉടനെ തന്നെ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നയന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും. നയനെ അർജുൻ വീട്ടിൽ നിന്നും ഇറക്കി വിടുക തന്നെ ചെയ്യും. ആ സ്ഥാനത്ത് നമ്മുടെ പിങ്കിനെ കൊണ്ടുവരികയും ചെയ്യും. അവർ തമ്മിൽ ഒരുമിച്ച് പോവുകയും ചെയ്യും. ഇതാണ് ഞാൻ പറയുന്നത്. കഥയുടെ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും 1-2 ആഴ്ചയും കൂടെയൊക്കെ നമ്മുടെ കഥ കാണത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കഥ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ്. നമ്മുടെ നയനയുടെയും അർജുന്റെയും പിങ്കിയുടെയും തന്നെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചയും കേൾക്കാനും കാണാനും ഒക്കെ പോകുന്നത്. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. എല്ലാവർക്കും അറിയാതിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ട്രിപ്പൊക്കെ പോയിരുന്നു. അപ്പം അതുകൊണ്ട്
ആകെപ്പാടെ അങ്ങോട്ട് മൊത്തം അലങ്കോലമായി പോയിട്ടോ. ക്ഷീണവും പനിയും ജലദോഷവും തൊണ്ടയ്ക്ക് വേദനയൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് തലയങ്ങ് പൊക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. എന്നാലും ഞാൻ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ മുടക്കാതെ ഇടുന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടുമല്ല, അത് നമുക്ക് ഒത്തിരി പേര് നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്, അവരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ബാലന്റെയും കോമതിയുടെയും കഥയൊക്കെ നാളെ നമ്മൾ ഇടുവേ. ഇനി നാളെ നമ്മൾ ഇവിടെ ഈ ചാനലിൽ ബാലന്റെയും കോമതിയുടെയും കഥയും അതുപോലെ തന്നെ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും എന്നും ഇടുന്നത് പോലെ തന്നെ നാളെ തിങ്കളാഴ്ച മുതൽ നമ്മൾ സ്ഥിരം ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും വരണം, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നേരത്തെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.